കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 4.5 കിലോമീറ്റർ ദൂരത്തിൽ വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു 4BHK ബാത്ത് അറ്റാച്ച് വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 4.5 കിലോമീറ്റർ ദൂരത്തിൽ തേവക്കലിലാണ്. 4 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടുകളിൽ ഇനി വിൽക്കുവാൻ അവശേഷിക്കുന്ന 2 വീടുകളിൽ 4BHK ബാത്ത് അറ്റാച്ച്ഡ് വീടുകളായി അവശേഷിക്കുന്ന അവസാന വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 5 മീറ്ററോളം വീതി വരുന്ന വലിയൊരു വഴിയാണ് ഈ വില്ല കമ്മ്യൂണിറ്റിക്ക് പൂർണ്ണമായും നൽകപ്പെട്ടിരിക്കുന്നത്. ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ഏകദേശം 40ഓളം വിവിധപ്പെട്ടിട്ടുള്ള വീടുകളാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റുകളാണ് വീടിന് മുൻഭാഗത്തായി നൽകപ്പെട്ടിരിക്കുന്നത്. ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ്. കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിരിക്കുന്ന ഈ മുറ്റത്തും ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലുമായി 3ഓളം കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യവുമാണ്. തേവക്കൽ ജംഗ്ഷനിലേക്ക് വെറും 450 മീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂളിലേക്ക് 700 മീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 2.25 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 4.5 കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിലേക്ക് 7.5 കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് 8 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത്. 2018ലെയും 19ലെയും പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും. കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക ബോർവെലും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ്. സിറ്റൗട്ടിൽ നിന്ന് ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോറുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ്. വലിയ ലിവിംഗ് ഏരിയ ഭാഗങ്ങൾ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും പരിഗണിക്കാനാകുന്ന ഒരു വിശാല വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുൻഭാഗത്തെ ഭിത്തിയിലായി ലിവിംഗ് ഏരിയയിൽ വലിയൊരു TV യൂണിറ്റ് നമുക്ക് കാണുവാനായി കഴിയും. ലിവിംഗ് ഏരിയ ഭാഗത്ത് നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ്. 10ഓളം പേർക്ക് വരെ ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കുവാൻ കഴിയുന്ന ഈ ഭാഗത്ത് മനോഹരമായിട്ടുള്ളൊരു വാഷ് കൗണ്ടറും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കുകളും മൾട്ടിവുഡിൽ തീർത്ത ധാരാളം വർക്കുകളും ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. വീടിന്റെ പ്രധാന മേഖലയായ കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത്. ലെങ്തി ഡിസൈനിൽ വളരെ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകൾ നമുക്ക് കാണുവാനായി കഴിയും. ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്തും നൽകപ്പെട്ടിരിക്കുന്നു. ഒരു സെക്കൻഡറി കിച്ചൺ പോലെയുള്ള ഭാഗത്തേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക കിച്ചണിനോട് തൊട്ടുചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ വിശാലമായിട്ടുള്ള കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഷീറ്റഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഇനി നമുക്ക് ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമും അടങ്ങുന്നതാണ് ഈ വീടിന്റെ ബെഡ്റൂം പ്ലാൻ. ഗ്രൗണ്ട് ഫ്ലോറിലെ ഈ ബെഡ്റൂം സൈസ് വരിക ഏകദേശം 16 അടി നീളത്തിലും 14 അടി വീതിയിലുമാണ്. ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ വലിയൊരു വാർഡ്രോബ് തന്നെ മൾട്ടിവുഡിൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു. ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെയാണ് ഈ ബെഡ്റൂമിലും നൽകപ്പെട്ടിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് എല്ലാ ബെഡ്റൂമുകളും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത്. വീടിന്റെ 1ാമത്തെ ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കുക വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സ്റ്റെയറിൽ ഭംഗിയുള്ള ഗ്രാനൈറ്റ് തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. കൈവരികൾക്കായി സ്ക്വയർ ട്യൂബും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. കൈവരികൾ പിടിച്ച സ്റ്റെയറിലൂടെ നേരെ പ്രവേശിക്കുക വീട്ടിലെ അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ മെയിൻ ലിവിംഗ് ഏരിയയെ അനുസ്മരിപ്പിക്കും വിധം നീളത്തിലാണ് ഈ ഭാഗവും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് വീടിന്റെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 12 അടി നീളത്തിലും 12 അടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതും. വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത്. ഏകദേശം 14 അടി നീളവും 12 അടി വീതിയിലും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്.
ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിനോളം തന്നെ വീതിയിലും നീളത്തിലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാനാകുന്ന രീതിയിൽ തന്നെയാണ് ഈ ബെഡ്റൂമും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വളരെ വിശാലമായി തോന്നിപ്പിക്കുന്ന ഈ ബെഡ്റൂമിൽ വലിയൊരു വാർഡ്രോബ് തന്നെ നൽകപ്പെട്ടിരിക്കുന്നു. ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് ഈ അവസാന ബെഡ്റൂമും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത്. ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള ബാൽക്കണി ഭാഗത്തേക്കാണ്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 4.5 കിലോമീറ്റർ ദൂരത്തിൽ തേവക്കലിൽ വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ 4 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക 95 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളുമാണ്. ബാങ്ക് ലോൺ ഫെസിലിറ്റി ലഭ്യമാക്കിയിരിക്കുന്ന ഈ മനോഹര വീടും വില്ല കമ്മ്യൂണിറ്റിയും നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ നമ്പറിൽ താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി ഉടൻ മടങ്ങിയെത്തും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.